നമസ്കാരം. പിണറായി വിജയൻ എന്നും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വാർത്തകളിൽ സഖാവ് പിണറായി വിജയനെന്നോ മുഖ്യമന്ത്രി പിണറായി വിജയനെന്നോ പറഞ്ഞിട്ടായിരിക്കില്ല. പകരം വ്യക്തിപൂജയാണ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചില വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായി പോകുന്ന പിണറായി വിജയനെക്കുറിച്ച്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ഇങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല. വ്യക്തിപൂജയെ ഒരിക്കലും ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ തന്നെ അച്യുതാനന്ദൻ, BS അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം വളർന്നു വലുതായപ്പോൾ അദ്ദേഹത്തിന് അണികളുടെ പിന്തുണ കൂടുതൽ ലഭിച്ചപ്പോഴൊക്കെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇതേ പിണറായി വിജയൻ പറഞ്ഞത് വ്യക്തിപൂജ അംഗീകരിക്കില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, CPIM എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴോ ഈ പറയുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് തിരുവാതിരപ്പാട്ടിറങ്ങുന്നു. ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് തന്നെ മറ്റൊരു വീഡിയോ ആൽബം ഇറങ്ങുന്നു. അതിനകത്തൊക്കെ പറയുന്നത് വ്യക്തിപൂജയിൽ ദൈവത്തിനോട് ഉപമിക്കുന്നു, മറ്റൊന്ന് സൂര്യനോട് ഉപമിക്കുന്നു. ഈ സൂര്യനും ചന്ദ്രനും ദൈവങ്ങളുമൊക്കെ കൂടെ ചേരുന്ന ഒരു വല്ലാത്ത ജാതി സാധനമായി നമ്മുടെ പിണറായി വിജയൻ മാറുന്നു. ഇതെങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അവർ അംഗീകരിക്കുക? പക്ഷേ ഇന്ന് അംഗീകരിക്കുന്നുണ്ട് ഓരോ വ്യക്തിയും, ഓരോ അണികളും. ഈ വ്യക്തിപൂജയിൽ മാത്രം CPMലെ നിത്യവസന്തമാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും പലപ്പോഴും. കാരണം ഇത് ഉറപ്പിക്കുകയാണ്. ഇത് പറഞ്ഞുറപ്പിക്കുന്നത് പോലെ അത് മറ്റാരുമല്ല, ഇടതുമുന്നണിയുടെ കൺവീനറായിട്ടുള്ള EP ജയരാജനാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ ഒരു തരത്തിലുള്ള ആരാധന എന്ന് പറയപ്പെടുന്നത് അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് എന്നാണ് LDFൻ്റെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ്റെ വാദം. അദ്ദേഹം പക്ഷേ ചരിത്ര പുരുഷന്മാർക്ക് അത്തരത്തിലുള്ള ആരാധകരുണ്ടാകുന്നുണ്ട്. അത്തരത്തിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. എങ്കിലും പാർട്ടി ഇക്കാര്യം സ്വയം വിമർശനപരമായി പരിശോധിക്കുമെന്നുമൊക്കെ ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പാർട്ടിയിലെ ഭിന്നതയുടെ സ്വരമുണ്ടല്ലോ, ആ സ്വരം ജയരാജൻ തള്ളി നിന്നില്ല എന്ന് വേണമെങ്കിൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇതിലെ ഏക ആശ്വാസം എന്ന് പറയപ്പെടുന്നത്. പിണറായി വിജയനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് എന്നും അതെല്ലാവരും അംഗീകരിക്കുന്നതാണ് എന്നും ആ കഴിവ് അദ്ദേഹം ഇപ്പോൾ ഭരണരംഗത്തും ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തുമൊക്കെ അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട് എന്നുമൊക്കെ പറയുകയാണ്. അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്നവർ, നിങ്ങൾ കാണുന്നതിലും അപ്പുറമുള്ള ജനം ഇവിടെ ഉണ്ട് എന്നാണ് ജയരാജൻ്റെ വാദം. ആ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാസൃഷ്ടികളാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞില്ലേ, തിരുവാതിരയും ഒപ്പം തന്നെ വീഡിയോയും ആൽബവും ഒക്കെ. തച്ചോളി ഉദയനെക്കുറിച്ച് വീരാരാധനയുള്ള ഒരുപാട് പേരില്ലേ? അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ്. ഇത് EP ജയരാജൻ്റെ വാക്കുകളാണ് കേട്ടോ. ഇനി അദ്ദേഹം പറയുന്ന ആരാണെന്നറിയാമോ? ശ്രീനാരായണ ഗുരുവിനെ, അയ്യങ്കാളിയെ, ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ ജനകീയരായത് എന്ന് കൂടി ജയരാജൻ ചോദിച്ചു വെക്കുകയാണ്. ജയരാജൻ കൊണ്ടെത്തിക്കുന്നത് പിണറായിയെ ഈ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒപ്പമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. കാരണം ഇത്രയും മഹാരഥന്മാരായ വ്യക്തിത്വങ്ങളോടൊപ്പം ഉപമിക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണോ ഈ പിണറായി വിജയൻ എന്നുള്ളത്? വ്യക്തി ആരാധനയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ എതിരാണ് എന്നാണ് പറയുന്നത്. പക്ഷേ വ്യക്തിത്വത്തെ മാനിക്കാതിരിക്കുന്നില്ല എന്നുകൂടി പറയുകയാണ്. അവിടെയാണ് നമ്മൾ ഈ മഹാനായ ലെനിൻ, ചെഗുവേരോ, ഈ ചെഗുവേരയൊക്കെ കുറിച്ച് ഉദാഹരണങ്ങളായിട്ട് ഈ EP ജയരാജൻ മുന്നോട്ട് വെക്കുന്നത്. പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വയം വിമർശനമായി പരിശോധിക്കാറുണ്ട് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ അവരത് വിമർശനപരമായും സ്വയം വിമർശനത്തിന് ഉപയോഗിച്ചുകൊണ്ടും പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ജയരാജൻ്റെ മാത്രം ചില വിശദീകരണങ്ങൾ മാത്രമാണ് കേട്ടോ. ഒരേ സമയം തന്നെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നും അതേസമയം തന്നെ പാർട്ടി പരിശോധിക്കുമെന്നും പറയുന്നത് EP ജയരാജന് മാത്രം പറയാൻ കഴിയുന്ന ഒരു കഴിവാണ്. ഇപ്പോൾ ഈ കേരള CM എന്ന പേരിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത ഒരു ഗാനത്തിലാണെങ്കിൽ ഈ പിണറായി വിജയനെ സ്തുതിക്കുന്നുണ്ട് വളരെ കൃത്യമായി. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. സൂര്യനോടൊക്കെയാണ് പിണറായി വിജയനെ സ്തുതിക്കുന്നത്. പിണറായി വിജയൻ നാടിൻ്റെ അജയ്യനാണെന്ന് പറയപ്പെടുന്നു. നാട്ടർക്കെല്ലാം സുപരിചിതൻ എന്നാണ് പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള വരികളെന്ന് പറയപ്പെടുന്നത്. തീയിൽ കുരുത്തൊരു കുതിരയാണ്, കൂടാതെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണ്, മണ്ണിൽ മുളച്ചൊരു സൂര്യനാണ്, ഈ മലയാള നാട്ടിൽ മന്നനാണ്. ഈ ഇൻകുലാബിൻ സിമ്പൽ
അത് ഇടതുപക്ഷ പക്ഷികളിൽ ഫീനിക്സ് പക്ഷിയാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കേരള CM എന്ന് പറയപ്പെടുന്ന വീഡിയോ ആൽബത്തിലെ ആ സോങ്ങിൽ ആ ഗാനത്തിൽ വന്ന ഗാനരചനയാണ് ഞാനീ പറഞ്ഞത്. പുകഴ്ത്തുകയാണ്. ഇങ്ങനെ നീളുന്നു പാട്ടിൽ പിണറായി വിജയനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വിശേഷണങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പിണറായിയെ പുകഴ്ത്തുന്ന ഗാനം CPM ഏറ്റെടുക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തിരുവാതിര ഏറ്റെടുത്തവർക്ക് ഇതും ഏറ്റെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിണറായിയെ സ്തുതിച്ചുള്ള ഗാനത്തെ തള്ളിപ്പറയാൻ പക്ഷേ EP ജയരാജന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ധൈര്യമില്ല എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ പിണറായിയെ തള്ളിപ്പറയാൻ കഴിയുമോ EP ജയരാജന്? അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ചെയ്യില്ല. ഇനി CPMൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനാണെങ്കിലോ, MV ഗോവിന്ദനും പാട്ടിനെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിനും അത് തള്ളിപ്പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറുവിരലാക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് കഴിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയിട്ടുള്ള കേരള CM എന്ന തട്ടുപൊളിപ്പൻ വീഡിയോ ഗാനം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ചയാവുകയാണ്. ഇത്തരത്തിൽ ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ EP ജയരാജൻ ഇത്തരത്തിലുള്ള പ്രതികരണവുമായിട്ട് വന്നിരിക്കുന്നത്. കോവിഡിൻ്റെയും അല്ലെങ്കിൽ പ്രളയത്തിലെയൊക്കെ രക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുകയാണ് ഈ ഗാനത്തിൽ. അതിന് പലതരത്തിലുള്ള വിശേഷണങ്ങൾ നൽകുന്നുണ്ട് പിണറായി വിജയന്. ആ പിണറായി വിജയനെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ പുകഴ്ത്തുകയാണ് ചെയ്യപ്പെടുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ, ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഈ പാട്ട് എന്നാൽ ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം വളരെ വലിയ വിമർശനവും നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് പറയാതെ പോകാനും കഴിയില്ല. P ജയരാജനെ ചെന്താരകമാക്കിയ PJ ആർമിയുടെ പുകഴ്ത്തലുകളെ മുന്നിൽ നിന്നും എതിർത്തത് ആരാണ്? ഈ പിണറായി സഖാവാണ്. ആ പിണറായി സഖാവിനെയാണ് ഇപ്പോൾ ഇവിടെ പുകഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നത്. ജയരാജനെതിരെ പാർട്ടി നടപടികൾ വളരെ ആലോചനയിൽ അന്ന് വന്നിരുന്നു. പക്ഷേ പിണറായിയെ പുകഴ്ത്തിയ ഗാനത്തിന് പിന്നിൽ CPM എന്ന് പറയപ്പെടുന്നതും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും CPM എന്ന് പറയപ്പെടുന്ന പ്രവർത്തകരുമാണ് അതിനകത്തുള്ളത്. പക്ഷേ അവർക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം അവിടെ പാടിയത് P ജയരാജനെ കുറിച്ചല്ല, പകരം പിണറായിയെക്കുറിച്ചാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള മെഗാ തിരുവാതിര, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതുണ്ടാക്കിയ ഒരു വിവാദം ഉണ്ടായിരുന്നു, വലിയ വിവാദം. അത് കെട്ടടങ്ങുമ്പോഴാണ് പുതിയ പാട്ടിൻ്റെ ഈ രംഗപ്രവേശം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. തീയിൽ കുരുത്ത കുതിരയായിട്ടും കൊടുങ്കാറ്റിൽ പറക്കുന്ന ഈ കഴുകനായിട്ടുമൊക്കെയാണ് പിണറായി വിജയനെ വല്ലാതെ അങ്ങ് പുകഴ്ത്തുന്നത് എന്നാണ്. മുഖ്യമന്ത്രി ചിലപ്പോൾ ഇത് കേട്ട് സുഖിക്കുന്നുണ്ടാവും കേട്ടോ. കാരണം അദ്ദേഹത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സുഖമുണ്ടാവും. കാരണം ഈ ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ ഒരു പാർട്ടി പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട് വന്ന രീതികളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി ആവിഷ്കരിക്കേണ്ടിയിരുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഒരു വല്ലാത്ത തരത്തിലുള്ളൊരു ആക്ഷൻ അദ്ദേഹം കാണിച്ചിരുന്നു. ആക്ഷൻ കൂടി അദ്ദേഹം ഈ വീഡിയോ ചിത്രീകരിച്ചവർ എടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് കേട്ടോ. കൂടാതെ ഈ സ്വർണ്ണക്കടത്ത് വിവാദം, ആ സ്വർണ്ണക്കടത്ത് വിവാദം വലിയ ഗൂഢാലോചനയാണ്. അത് വലിയ വിമർശനത്തോടെയാണ് പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് CPM തയ്യാറെടുക്കുമ്പോഴാണ് ഈ പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടി പറയേണ്ടി വരുന്നു. ഇതിനകത്തെ ഈ വരികൾ, ആ ഗാനരചന, കൂടാതെ അതിൻ്റെ നൃത്തവുമെല്ലാം യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, ഈ കാരണഭൂതനെ ദൈവാവതാരമാക്കിയത് മന്ത്രി VN വാസവനാണ്. കാരണം ദൈവം നൽകിയ വരം പോലെ പിന്നാലെ തുറമുഖമെന്ന വകുപ്പ് കൂടി ഇപ്പോൾ വാസവന് കിട്ടിയിരിക്കുകയാണ്, കൃത്യമായി പറഞ്ഞാൽ. കാരണം ദൈവപ്രീതി ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവപ്രീതിയിൽ കിട്ടുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന സമ്മാനത്തിന് ചിലപ്പോൾ സമാനമായിട്ടാണ് ഇപ്പോൾ വാസവന് തുറമുഖ വകുപ്പ് കൂടി ലഭിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ പറഞ്ഞ വാചകങ്ങളിൽ ദൈവത്തിനോടൊപ്പം ഉപമിച്ചിരിക്കുകയല്ലേ പിണറായി വിജയനെ. അദ്ദേഹം കനിഞ്ഞു. ഏതായാലും അതിനെ നമുക്ക് വ്യക്തിപൂജയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴും പക്ഷേ മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കുകയോ അങ്ങനെ പറയുകയോ ചെയ്യാൻ ഒരിക്കലും അവർക്കാവില്ല. കാരണം ഏതായാലും ഈ പിണറായി ഫാൻസ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും PJ ആർമിയേക്കാൾ കരുത്ത് ഈ പിണറായി ആർമിക്കുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ CPM നേതൃത്വവും ഈ വ്യക്തിപൂജയെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം അവർക്കത് പറയാൻ കഴിയില്ലല്ലോ. കാരണം പിണറായി വിജയനെക്കുറിച്ച് 4 വാക്ക് പറഞ്ഞാൽ തീരില്ലേ മന്ത്രിസ്ഥാനവും ഒപ്പം തന്നെ ഇവരുടെ സെക്രട്ടറി സ്ഥാനമൊക്കെ.
അതുകൊണ്ട് പറയില്ല. ഇതിൻ്റെ തെളിവാണ് ഇ.പിയുടെ ഈ നിലപാട് വിശദീകരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിണറായി വിജയൻ നാടിൻ്റെ അജയൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു സാഹചര്യമല്ലേ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. തീയിൽ കുരുത്തൊരു കുതിര, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നതെന്ന് പറയുന്നത്. മലയാള നാടിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഈ ഗാനത്തിലൂടെ പിണറായി വിജയനെ. ഇങ്ങനെ വരികളുടെ ഒരു മാഹാത്മ്യമുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ പലതരത്തിൽ പുകഴ്ത്തലുകൾ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരിക്കുന്നു. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്ത് പിണറായി വിജയന് പിന്നിലേക്ക് അണികളെ കൊണ്ടുവരുന്നതിനുള്ളൊരു ശ്രമം CPM അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയാണോ ഇത് നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. വ്യക്തിപൂജയിൽ കേന്ദ്രീകൃതമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുമ്പോൾ പിണറായിക്ക് ഒരു ഫാൻസ് ഉണ്ടാക്കിയെടുത്ത് ആ ഫാൻസിനെ കൊണ്ട് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു എന്ന് പറയേണ്ടി വരും. വല്ലാത്ത രീതിയിലൊക്കെ വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിൽ ഇങ്ങനെ വൈറലാക്കുവാനുള്ള വലിയൊരു ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ സൈബർ ലോകത്തെ കമ്മികളുണ്ടല്ലോ, അന്തംകമ്മികൾ, അവർക്കിതൊരു സമ്മാനമാണ്. വീഡിയോ, അതായത് ഈ പിണറായിയുടെ സ്തുതികളുമായി എത്തപ്പെടുന്ന വീഡിയോ. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും കൂടുതൽ മാഹാത്മ്യം കൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ അന്തംകമ്മി സഖാക്കൾ. ഒരു പ്രസ്ഥാനം എങ്ങനെയായിരിക്കണമെന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ അജണ്ട വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ടതാണ്. മറ്റുള്ള പ്രസ്ഥാനങ്ങൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്തപ്പെട്ട വലിയ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമാകുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ചിന്തിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ വേദന തോന്നുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഇ.പി. ജയരാജൻ പറയുന്ന ഈ തച്ചോളി ഉദയനും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയുമൊക്കെ പിണറായിക്ക് സമാനമാണോ? അതാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞു നിർത്തേണ്ടത് എന്തിനാണ്? ഇവരോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് എന്തിനാണ്? ഇ.പി. നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള തെറ്റല്ലേ? ചരിത്ര പുരുഷന്മാർക്ക് ആരാധകർ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപൂജയെ നിങ്ങൾ സാധൂകരിക്കുന്നു എന്ന് പറയേണ്ടി വരും. വ്യക്തിപൂജയിൽ പിണറായി എന്ന് പറയപ്പെടുന്നത് ഇനി ഒരു നിത്യവസന്തമാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. ഇതെന്തൊരു കമ്മ്യൂണിസം!